ഹലോ, എന്തൊക്കെയാ വിശേഷം? എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി അല്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ച നമുക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. മുമ്പൊക്കെ എന്താണ് പിന്നെ കർക്കിടവാവല്ലായിരുന്നു. ഇന്നലെ കർക്കിടവാവ് നോൽമ്പായിരുന്നു, ഇന്ന് ബലിയായിരുന്നു. അപ്പോൾ ആ ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ണിയേട്ടൻ കർക്കിടവാവ് പിന്നെ വീട്ടിലാണ് ബലിയിടുക. വരക്കിലെ വാവാണ് നമ്മളെ കടപ്പുറം പോയിട്ട് വരക്കിൽ പോയിട്ട് ഇടുക, നമ്മളെ ഗോതിശത്ത് പോയിട്ട് ഇടുക. അപ്പോൾ ഇന്ന് അതൊക്കെ നടന്നു. ആ ചുറ്റുപാടിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സമയം 8:30 അതാണ് ഇടക്കിടക്ക് നോക്കുന്നത്. 8:30. എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉള്ള കണ്ട ചടങ്ങുകളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പുതുതലമുറയിലും ഉണ്ടാവും. അത് നമ്മളെന്തായാലും നമ്മളെ കാരണന്മാർ മരിച്ചുപോയവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ഭക്ഷണം, ബലി, അതൊക്കെയാണ്. അപ്പം നമ്മളെ പിന്നെ ഉണ്ണിയേട്ടൻ ബലിയിട്ടിട്ട് ബലിയിട്ടിട്ട് കാക്ക വന്നു. പിന്നെ എന്താ പറയുക ഞങ്ങളെടുത്ത്, അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പുതിയ 2-3 അതികൾ വേറെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എൻ്റെ കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ്, ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, സേഫായിട്ടിരിക്കുകയാണെന്ന് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ കുറച്ചുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും അധികം വലിച്ചു നീട്ടുന്നില്ല, കുറേ നീണ്ടു പോകുന്നുണ്ട് എൻ്റെ വീഡിയോ. അത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ലെങ്ത്തൊക്കെ കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഞാനിന്ന് നേരിട്ടിട്ട് വന്ന് എൻ്റെ കുട്ടികളൊക്കെ കാണാൻ ഒരു സമാധാനക്കേടാണ്. അപ്പോൾ നമ്മൾ വന്ന് ഗുഡ് നൈറ്റ് പറയാണ്. ഗുഡ് മോർണിംഗ് വീഡിയോ പിന്നെ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഗുഡ് മോർണിംഗ് വീഡിയോൻ്റെ മുന്നേ ഞാൻ ഗുഡ് നൈറ്റ് വീഡിയോ ആണ് ഇടുക, എന്നിട്ട് ബാക്കിലാണ് നമ്മളെ ഗുഡ് മോർണിംഗ് വീഡിയോ ഒക്കെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും അത് ക്ഷമിച്ചിരുന്ന് കാണണം. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ അഭിപ്രായം ഞങ്ങളടുത്ത് പറയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. കുറേ ആയിട്ടുണ്ട്. കുറേ ആയി എന്നാണ് എന്നെ സംബന്ധിച്ചോളോ അതെനിക്ക് വലുതാണ് കിട്ടിയ സബ്സ്ക്രൈബൊക്കെ. പക്ഷേങ്കിൽ ലൈക്ക് നമുക്ക് കുറവുണ്ട്. ലൈക്ക് ഇടൂ, എല്ലാവരും ലൈക്ക് തരണേ, തരാതിരിക്കരുത്. ഞാൻ പറയും തോറും ലൈക്ക് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതെന്താ അറിയില്ല. പക്ഷെ നേരമില്ലാത്തൊരു വീഡിയോ കണ്ടിട്ട് ഓടിപ്പോവാണ്. അതാണ് നമ്മളെ വീഡിയോ കണ്ട് ഓടിപ്പോവാണ്. ചിലർ മനഃപൂർവ്വം തരാതെ ഇരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതൊന്നും ഇപ്പോൾ ഇപ്പം നമ്മളെ മോന് ഭയങ്കര പനിയായിരുന്നു. പൊരിഞ്ഞ പനി. എത്ര ദിവസം നിന്നെന്ന് പറയാം, 5-6 ദിവസം പോലെ നിന്ന്. ഡോക്ടർക്കൊക്കെ പോയി, പിന്നെ ആവിയൊക്കെ പിടിച്ച്, പിന്നെ വീട്ടിൽ നിന്ന് ആവി പിടിച്ച്. അതിനോട് കൂടെ ഞാനൊരു ഷോർട്ട് വീഡിയോയിലിട്ട് കണ്ടില്ലേ വീഡിയോ. പിന്നെ അപ്പോൾ അവൻ്റെ വയ്യ നടക്കണം. അമ്മമാരല്ലേന്ന്. അപ്പോൾ അവർക്കൊരു പുന്നാരും കൊഞ്ചലൊക്കെ ഉണ്ടാവും. പ്രായമായാലും അമ്മമാർ തന്നെ അല്ലേ. അപ്പോൾ അവന് ചോറ് വാരി കൊടുക്കും, ചായ വാരി കൊടുക്കും. ചായ ഒന്നും കഴിക്കൂലെന്ന്. പിന്നെ ഗുളിക എടുത്ത് കൊടുക്കും, ഒക്കെ കഴിവ് കൊടുക്കും. അങ്ങനെ തൊട്ട് നടക്കണം. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ക്ഷീണം വരരുതല്ലോ, അത്രയേ ഗുളിക കഴിക്കുകയാണ്. അപ്പം ഞാൻ അതൊന്നും പറഞ്ഞു വിട്ടില്ല. ഇന്ന് നല്ല മാറി എൻ്റെ കുട്ടിക്ക്. നാളെ അവൻ കുളിക്കുന്നതായിരിക്കും. കുളിക്കാൻ സമ്മതിച്ചില്ല 2 ദിവസമായിട്ട്. അവൻ ഡെയിലി 2 നേരം കുളിക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു നേരമാണ് വർക്കില്ലാത്ത കാരണം. എല്ലാവരും വർക്കിന് ഓടുമ്പോൾ കുളിക്കും, വൈകുന്നേരം കുളിക്കും. അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. നമ്മളെ നിജുമോനാണ് വിളിക്ക് കെട്ടിക്കാറ്. അപ്പോൾ ഞാൻ ഗുഡ് നൈറ്റ് പറയാണ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു. എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തോടെ ശുഭനിദ്ര. ഗുഡ് നൈറ്റ്. സുന്ദരിയേവാ, വെണ്ണിലവേവാ, ജീവതാളമേ പ്രണയിനിയോ. അന്നൊരിക്കൽ എൻ്റെ ഇനിയോ പണി കൊളാക്കുന്നില്ല. എല്ലാവർക്കും ഞായറാഴ്ച ആശംസകൾ. ഹലോ മക്കൾസ്. അപ്പം നമ്മൾ കർക്കിടകയ്ക്കുള്ള ചോറ് വെക്കുകയായിരുന്നു. നല്ല ശർക്കര പാവ് ഉരുക്കി നമ്മൾ പഴക്കെട്ട് ഇതിൽ നമ്മൾ ചോറ് വെച്ച് കുക്കറിൻ്റെ അകത്ത് പച്ചരിയിട്ട് ചോറ് വെച്ച് അങ്ങനെ നമ്മൾ ഇതങ്ങോട്ടേക്ക് ഒഴിച്ച് അങ്ങനെ നമ്മൾ വൃത്തിക്ക് വെച്ച് പിന്നെ ബാഹുബലിക്കുള്ള ചോറ് വെച്ചു. ബാഹുബലി എന്നാണെന്ന് വിചാരിക്കരുത്, ബാബു. അപ്പോൾ നമ്മളതിൽ ഒന്നുകൂടി തിളപ്പിക്കണം. അത് കൂട്ടി ശർക്കരയൊക്കെ റെഡി ആവണ്ടേ. ശർക്കരയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വൃത്തിക്ക് നമ്മൾ നല്ല ഇളക്കി അരമുറി തേങ്ങ ചിരവി അതിലിട്ട്. അങ്ങനെ തേങ്ങ ചിലവരൊന്നും ഇടില്ല കേട്ടോ, നമ്മൾ ആദ്യം മുതലേ ഇടുന്നതാണ്.
അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടും കൊണ്ട് നല്ല ടേസ്റ്റിലൊക്കെയാണ് വെക്കാറ്. എന്നിട്ട് വരെ കാക്കയ്ക്ക് വരാൻ മടി. എന്താ പറയുക ഞങ്ങളടുത്ത്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അങ്ങനെ ചോറ് റെഡിയായി നമ്മൾ മേശപ്പുറത്ത് കൊണ്ടുവച്ച് ഒരു പഴവും വെക്കണം, 2 പഴം വെച്ച് പപ്പടം ചുട്ടതും വേണം കേട്ടോ. അങ്ങനെ അതൊക്കെ തണയാൻ വെച്ച് നമ്മൾ ഉണ്ണേട്ടെ അമ്പലത്തിൽ നിന്ന് വെളുക്കത്തിച്ച് കഴിഞ്ഞിട്ട് വരണം. ഓക്കേ. അങ്ങനെ നമ്മുടെ അമ്മായും ഉണ്ണിയേട്ടനും അതാക്കുന്ന ബലിയിടാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. ചോറെല്ലാം ഇലയിലേക്ക് തട്ടി ഇനി വേറെ ഇല വെച്ച് അങ്ങനെ ഉണ്ണിയേട്ടൻ കുറേ സമയം എടുക്കും കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഓട്ടിച്ചിട്ടാണ് സൗണ്ട് കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ ഉണ്ണിയേട്ടന് അത്രയും സമയമാണ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ. എന്ത് ചെയ്യുകയാണെങ്കിൽ ആളത് അത്രയും വൃത്തിയായിട്ടേ ചെയ്യുള്ളൂ. എന്നാൽ ആൾ പിന്നെ ബലിയിടുമ്പോൾ അവരെ അച്ഛനും അമ്മയ്ക്കും കാരണന്മാർക്കൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതായ ഇതിലാണല്ലോ ഇടുക. അങ്ങനെ അമ്മായി അവിടെ ചാണൊക്കെ മെഴുകി വിളക്കൊക്കെ കൊണ്ടുവച്ച് കൊടുത്തു കേട്ടോ. അതൊക്കെ അമ്മായിൻ്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ അമ്മായി കൊതുവിന് കാറ്റ് കൊടുക്കുന്നുണ്ട് ഉണ്ണിയേട്ടന്. കൊതൊക്കെ കടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഉണ്ണിയേട്ടൻ ഒരു ഉരുള ഉരുട്ടി അതിൽ വെച്ച് അങ്ങനെ 2ാമത്തെ ഉരുള ഉരുട്ടി. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നതായിരിക്കും രസം, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാണുന്നുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ വെച്ച് അങ്ങനെ പോവാട്ടോ. അത് വെള്ളമൊക്കെ കൊണ്ട് അതിങ്ങനെയൊക്കെയാണ് ചുറ്റിയിട്ട് നമ്മൾ ഉണ്ണിയേട്ടൻ അതിലേക്ക് വെള്ളം കൊടുത്ത് വെള്ളം തളിച്ച് തപ്പൊട്ടി അങ്ങനെ നമ്മൾ ഉണ്ണിയേട്ടൻ ബലിയിട്ട് കഴിഞ്ഞ് ചമരം കടിഞ്ഞ് അങ്ങനെ കാരണന്മാരൊക്കെ പ്രാർത്ഥിച്ച് കുളിക്കാൻ പോകട്ടെ. പുറത്തുനിന്ന് കുളിച്ചിട്ടാണ് വരിക. അപ്പം അമ്മായി ആ ഇലയൊക്കെ അങ്ങോട്ട് മാറ്റി വിളക്കെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ നമ്മളെ കാക്കൻ്റെ ഊഴാണ്. അങ്ങനെ നമ്മൾ കാക്കനെ കാത്തിരിക്കുകയാണ്. വീഡിയോ ഒക്കെ ഞാൻ അടുക്കള നിന്നാണ് പിടിക്കുന്നത് കേട്ടോ. ആരും കാണാണ്ട് എന്നിട്ട് അടുക്കളയുടെ മറവിൽ നിന്നിട്ട് പിടിക്കുന്നത്, സൂം ചെയ്തിട്ട് പിടിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു കാക്ക വന്നു. ആ കാക്ക ബലിക്കാക്കല്ല, സാധാ കാക്ക. ഈ ബലിക്കാക്കാൻ്റെ കഥ പറയണ്ട. അങ്ങനെ ആ കാക്ക വന്നു, വേണ്ടുവോളം തിന്നു. വേണ്ടുവോളം എന്ന് പറഞ്ഞാൽ അതിലെ പഴം നുള്ളി തിന്ന്. പിന്നെ അപ്പം നമ്മൾ അടുക്കളയിലേക്കൊക്കെ ഒന്ന് പോയതാണ് കേട്ടോ. വീണ്ടും വന്ന് നോക്കുകയാണ്. അപ്പോൾ ആ കാക്ക എന്നെ തിന്നാണ്. അങ്ങനെ ഒരു മൈനക്കുട്ടി വന്ന് മൈനക്കുട്ടിയും കൂടി ഇരുന്ന് തിന്ന. ഇതാണ് നമ്മളെ ഒരു സുന്ദരി അതിഥി. അവൾ ഒറ്റയ്ക്ക് വന്ന്, അവളെ കൂടെ എന്ത് കൂട്ടിനാളെ വിളിക്കാഞ്ഞ്. അപ്പോൾ ഒറ്റ മൈനനെ കണ്ടാൽ സങ്കടമാണെന്നൊക്കെ പറയൂലേ. അപ്പോൾ അതിൻ്റെ മനസ്സിലുണ്ടേനി. എന്നാലും മൈനക്കുട്ടി വന്ന് തിന്നേലിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവള് വന്ന് തിന്നല്ലോ, അതന്നെ വലിയ കാര്യം. അങ്ങനെ അവളെ തീറ്റ കഴിഞ്ഞ് ഇനി നമ്മൾ ബാക്കി ആരാ ബലിക്കാക്ക എടുക്കുന്നുണ്ടോ എന്നിങ്ങനെ ആലോചിക്കുക. അപ്പോഴാണ് നമ്മളെ കണ്ടോ ഒരു കിളി വന്നത്, വാലാട്ടിക്കിളി വന്ന് തിന്നു പോയി. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളെ വേറെ കാക്ക വന്ന് തിന്നു. എങ്ങനെ നമ്മൾ ഹാപ്പിയായി. ആ കാക്ക കുഞ്ഞ് അതാ തിന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ വേറെ കാക്ക അപ്പുറം ഇരിക്കുന്നുണ്ട്. ആ കാക്ക തന്നെയല്ല, കുറേ കാക്കകൾ വന്നിരുന്നതാ. അപ്പുറത്തൊരു കാക്ക, അങ്ങനെ കാക്കകളൊക്കെ വന്നിരുന്നു തിന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെ കാക്ക. അങ്ങനെ നമ്മൾ ബലിക്കാക്ക വന്നിട്ടോ. അടുക്കള ബലിക്കാക്ക വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നോക്കി ചെയ്യണ പണി കണ്ടോ. അവിടെ തിരി ഒഴിവാക്കിയിട്ടിനി അമ്മായി, അതാ തിന്നാണ്. ബലിക്കാക്ക എന്ന് പറഞ്ഞാൽ കഴുത്ത് മുഴുവൻ കറുപ്പായിട്ട് മുഴുവൻ കറുപ്പായിട്ട്. അപ്പോൾ ബലിക്കാക്കൊരു തറ സ്വഭാവം, വേസ്റ്റ് തിന്നാൻ പോവുക, ഇതൊന്നും തിന്നുന്നില്ല. അത് പോട്ടെ, ബലിക്കാക്കൻ്റെ കഥ പറയണ്ട. പിന്നെ ലാസ്റ്റ് അത് തിന്നു, ബലിക്കാക്കയും തിന്നു. അത് കഴിഞ്ഞ് നമ്മളെ മരം കുത്തി പൊന്മ തിന്നു. കണ്ടോ എത്ര ആൾക്കാർ നമ്മളെ വലിച്ചോറ് തിന്നതെന്ന് പറയാൻ തന്നെ വലിയ സന്തോഷം. അതിലെല്ലാ കിളികൾക്കും ഫുഡ് കിട്ടി എന്നുള്ളതാണ് നമ്മളെ ഈ കർക്കിടക ബലിക്ക് കിട്ടിയ ഒരു സന്തോഷം. അങ്ങനെ നമ്മൾ ഇത് കുഞ്ഞി അടക്കാക്കിളി വന്നിരിക്കുന്നത്. ഇവരൊക്കെ രാവിലെ തന്നെ വന്നത് തിന്നല്ലോ. നമ്മളെ കാക്കയൊക്കെ തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവരൊക്കെ വന്നിട്ട്. അവരൊക്കെ തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞ അമ്മേനോട് എടുത്ത് മാറ്റിക്കളാം, എന്താ വെച്ചാൽ നായി തൊടാൻ പാടില്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് അകത്ത് വെച്ച് കൊടുക്കാമെന്നൊരു കാരണം നമ്മൾ വെച്ച ഫുഡൊക്കെ ഉണ്ടാക്കി. ഒന്നുമില്ല, ചിക്കൻ കറിയും മത്തി പൊരിച്ചതും പപ്പടും
പിന്നെ ഒരു പായസവും പിന്നെ നമ്മൾ ചോറ് വെച്ചില്ലേ ശർക്കര ഇട്ടിട്ട് അതും വെള്ളം ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അകത്ത് വെച്ച് കൊടുത്ത് അങ്ങനെ നമ്മൾ ഇച്ചിരി ചോറ് തിന്നണം. പപ്പടമൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ അറിയില്ല, ഒരു മന്ദത മത്തി പൊരിച്ചത് അങ്ങനെ ഒരു കഥ. ചിക്കൻ കാല് കഴിക്കണം. അപ്പോൾ ടാറ്റ ബൈ ബൈ ഉമ്മയൊക്കെ തന്നിട്ട് ഞാൻ കട്ടാക്കിയിട്ടോ. ഒക്കെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ഒരു അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. അപ്പം അത് തിന്നു കഴിഞ്ഞ് ബാക്കി പണിയുണ്ട്. രക്ഷാബേബിക്ക് ചോറ് കൊടുത്ത് സീവാവിക്ക് കൊടുക്കാണ്ട് ഉമ്മയും തന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ട്. ഹലോ, അപ്പം നമ്മളെ വീട്ടിൽ വന്ന അതിഥികളെ ഞാനിപ്പോൾ പറഞ്ഞു. എന്നാലും നമ്മൾ ഒന്നും കൂടി പറയാണ്. നമ്മൾ നേരെ പറയണ്ടേ. അപ്പം ആ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. നമ്മൾ വീട്ടിൽ കാക്ക കഴിഞ്ഞതിന് ശേഷം കാക്ക ബലിക്കാക്കൊക്കെ വന്നിട്ടോ. ബലിക്കാക്ക ചെയ്ത പണി എന്താണെന്നറിയോ? അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് വേറെ കഥ. വെലിക്കാക്കൻ്റെ നല്ല എന്താണ് വെറും തറ പരിപാടിയാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മളെ മൈനക്കുഞ്ഞ് ഒറ്റയ്ക്കാണ് വന്നത്. ഒറ്റയ്ക്ക് എന്തേ വന്നതെന്ന് അറിയില്ല. അതിലൊരു കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം അങ്ങനെ പോയി, ഒരു കുഴപ്പമില്ല. പിന്നെ സന്തോഷമുണ്ടോ സന്തോഷമില്ല അങ്ങനത്തെ ഇതിലൊക്കെ അങ്ങോട്ട് പോയി. അപ്പം മൈനക്കുട്ടി വന്നു. ഞാൻ എന്തായാലും വീഡിയോ പിടിക്കാണ്ടെന്നില്ല. മൈനക്കുട്ടീനെ പിടിച്ചു. പിന്നെ വന്നതാരാ, നമ്മളെ മരം കൊത്തിപ്പൊന്മാൻ വന്നു. എന്താണ് തലയിൽ കിരീടമൊക്കെ വെച്ച് നല്ല അന്തസ്സായിട്ട് വെളിച്ചോറും പപ്പടവും പഴമൊക്കെ കൂട്ടി അങ്ങനെ മൂപ്പത്തി തിന്ന്. മൂപ്പരാടോ മുപ്പത്തിയാടോ ഒന്നൊക്കെ അറിയില്ല. അത് ഇച്ചിരി കഴിഞ്ഞപ്പോണ്ട് നമ്മളെ അടുക്കളക്കിളി വന്നിക്കണ്. ഓ നല്ല സുഖം. എന്നിട്ട് ഞാൻ ഉണ്ണിയേട്ടനോട് പറയാം, നമ്മളെ വീട്ടിൽ വലിയിട്ടിട്ട് ബലിക്കാക്കൊക്കെ എടുത്തോ ബേബി. അവരോ ബലിക്കാക്ക് കുറച്ച് ഡിബേറ്റ്. ബലിക്കാക്ക ചെയ്തത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് നമ്മളെ മറ്റേ വീഡിയോ പറഞ്ഞിട്ട് ഇതിൽ പറയണില്ല. അപ്പം നമ്മൾ ബലിക്കാക്കും വന്ന് മറ്റേ കാക്കും വന്ന് എല്ലാവരും തിന്ന് അവർ തിന്ന് ഒഴിവാക്കിയതിൻ്റെ ശേഷം നമ്മൾ മൈനക്കുട്ടി തിന്നണ നോക്കി കാക്കിയിരുന്നു. അവൾക്ക് കാവലായിട്ട് കാക്കിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മരക്കൊത്തിപ്പൊന്മ വന്ന് പിന്നെ അടക്കക്കുരി വന്ന്. ഞാൻ എന്തൊക്കെ പറഞ്ഞു മുന്നോട്ട് പറയാം. സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട്, നല്ല ഐശ്വര്യമായിട്ടുണ്ട്. ആ കിളികളൊക്കെ വന്ന് തിന്നല്ലോ. അപ്പം നമ്മളും ഹാപ്പി, ഉണ്ണിയാണ്ടും ഹാപ്പി, കിളികളും ഹാപ്പി.